CAM Center for Cooperative Examination ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്കാണ്. ഒന്ന് കോസ്റ്റ് ഷീറ്റ്, 2 റിസർവ് ആൻഡ് പ്രൊവിഷൻ, 3 റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ടോപ്പിക് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. കോസ്റ്റിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസിയബിലിറ്റി അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി കോസ്റ്റിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും 2 ഇൻഡയറക്റ്റ് കോസ്റ്റും. അതിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ ഈസിലി ട്രേസ്ഡ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ്. അതല്ല, വേറെ രീതിയിൽ പറഞ്ഞാൽ ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ഈസ് ഡയറക്ട്ലി ചാർജ് ടു എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്? വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ചാർജ്, which are not directly charged or not clearly identified or traced. ഇനി ഡയറക്റ്റ് കോസ്റ്റിനെ 3 ആയിട്ട് തിരിക്കാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, 2 ഡയറക്റ്റ് ലേബർ, 3 ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിനെ എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. അതേപോലെ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും 3 ആയിട്ട് തിരിക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ഇതിൽ ഓരോന്നോരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിൽ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദോസ് മെറ്റീരിയൽ വിച്ച് ആർ ഈസിലി ഐഡന്റിഫയബിൾ വിത്ത് എ പ്രോഡക്റ്റ്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ നമ്മൾ നോക്കിയാൽ ആ ഫർണിച്ചറിലെ ഡയറക്റ്റ് മെറ്റീരിയൽ ഏതാണ്? ആ തടിയുടെ കോസ്റ്റ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അല്ലെങ്കിൽ നമ്മളൊരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ ഏതാണ്? ക്ലോത്താണ്. അപ്പോൾ ആ ക്ലോത്തിൻ്റെ കോസ്റ്റാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇനി രണ്ടാമത്തത് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് യൂസ് ടു മേക്ക് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. Specific cost of workers used to make a particular product. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫർണിച്ചറിൻ്റെ കേസിലാണെങ്കിൽ ആ ഫർണിച്ചർ ഉണ്ടാക്കിയ കാർപ്പൻ്ററിന് കൊടുക്കുന്ന എന്താണ്? വേജസ് ആണ് ഡയറക്റ്റ് വേജസ്. ആ കാർപ്പൻ്ററിനെയാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ those expenses which have incurred in full for making a particular product. Those expenses which have incurred in full for making a particular product. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, റോയാലിറ്റി, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസസ് ബിഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം. ഒരു ഐറ്റം മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസ് ഉണ്ടാവും. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എ മോഡൽ ബിഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം. ഒരു ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ ഉണ്ടാക്കും. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റ്
എക്സ്പെൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻഡ് ദ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് പ്രൈം കോസ്റ്റ്. എന്താ വിളിക്കുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെയുള്ള, ഇത് മൂന്നും കൂടെയുള്ള ടോട്ടലിനെ പറയുന്ന പേരാണെന്ത്? പ്രൈം കോസ്റ്റ്. സോ ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ മൂന്നായിട്ട് തിരിക്കുന്നു: ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, മെറ്റീരിയൽ വിച്ച് നോട്ട് ഫോം പാർട്ട് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്ത ബാക്കിയുള്ള മെറ്റീരിയലിനെയാണ് എന്നു പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. വിച്ച് ആർ നോട്ട് ക്ലിയർലി ഐഡന്റിഫൈഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫർണിച്ചറിന്റെ കേസിൽ അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വുഡൻ അല്ലെങ്കിൽ വുഡിന്റെ ആ തടിയുടെ കോസ്റ്റ് ആണ് ഡയറക്റ്റ് കോസ്റ്റ്, ഐ മീൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇനി ഫർണിച്ചറിന് ഇത് കൂടാതെ ആണി അല്ലെ, ഗമ്മ്, അതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ കേസിൽ ആണെങ്കിൽ നൂല് അല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആ കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ലേബർ. The person who facilitates the direct labors are known as indirect labor. The person who facilitates the direct labors are known as indirect labor. അതായത് ഈ ഡയറക്റ്റ് ലേബേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവരെയാണെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ. അവർക്ക് കൊടുക്കുന്ന വേജസ് ആണ് ഇൻഡയറക്റ്റ് വേജസ്. ഓക്കെ, ഇപ്പോൾ സാലറി പെയ്ഡ് ടു ക്ലർക്ക്, സാലറി പെയ്ഡ് ടു ക്ലർക്ക്, ഒരു ക്ലർക്കിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് വേജസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലാത്ത ബാക്കി എല്ലാ എക്സ്പെൻസസും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, which are not directly related to a particular product. For example, insurance premium. Okay, അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻഡ് ദ സം ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് ഓവർഹെഡ്. The sum total of indirect material, indirect labor and indirect expenses, അതിന് പറയുന്ന പേരെന്താണ്? ഓവർഹെഡ് എന്ന് പറയും. ഇനി ഓവർഹെഡിനെ വേറെ ഒന്ന് രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓവർഹെഡ് തന്നെയാണ്. അതേപോലെ സപ്ലിമെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? ഓവർഹെഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ on the basis of traceability അല്ലെങ്കിൽ on the basis of identifiability. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കായ കോസ്റ്റ് ഷീറ്റിലേക്ക് പോവാം. ഓക്കെ, നോക്കാം എന്താണ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ഷോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് അറിയുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഓർ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ഷോ ദ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഇതിനകത്ത് എന്തുണ്ടാവും? എലമെന്റ്സ് ഓഫ് കോസ്റ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ
സ്പെസിഫിക് പീരീഡ് സച്ച് ആസ് എ മന്ത് ഓർ എ വീക്ക് ഓർ ആൻ ഇയർ എക്സെട്ര. അപ്പോൾ ഇത് എത്ര നാളത്തേക്ക് വേണമെങ്കിലും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഒരു മാസത്തെയോ ഒരാഴ്ചയോ 3 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ എത്ര നാളത്തേക്ക് വേണമെങ്കിലും എന്ത് പ്രിപ്പയർ ചെയ്യാം? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിനൊരു ലോജിക്കൽ ഓർഡർ ഉണ്ട്. ആ ഓർഡറിന് വ്യത്യാസം വരുത്താൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഫോർമാറ്റ് ഒന്ന് പഠിച്ചെടുക്കുക എല്ലാവരും. അതായത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യം എഴുതുന്നത് ഡയറക്റ്റ് കോസ്റ്റുകളാണ്. അതിനുശേഷം ഇൻഡയറക്റ്റ് കോസ്റ്റ്, ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിന് പറയുന്ന പേരെന്താണ്? ഓവർ ഹെഡ് എന്നാണ്. അപ്പൊ ആദ്യം ഡയറക്റ്റ് കോസ്റ്റുകളും പിന്നീട് ഓവർ ഹെഡുകളും. ഓക്കെ, ഇനി ഓവർ ഹെഡിന് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ എനിവേ നമുക്ക് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിലേക്ക് നോക്കാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിന്റെ മൂന്നിന്റെയും കൂടെ ടോട്ടലിനെ പറയുന്ന പേരാണെന്ത്? പ്രൈം കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഇതിന്റെ മൂന്നിന്റെയും ടോട്ടലിനെ എന്ത് പറയും? പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഓവർ ഹെഡുകളാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഈ ഫാക്ടറി ഓവർ ഹെഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് വർക്ക്സ് ഓവർ ഹെഡ് എന്നും പറയും. ഇതിന് 2-3 പേരുകളുണ്ട്. ആ പേരുകൾ എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? വർക്ക്സ് ഓവർ ഹെഡ്. അവിടെ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് എഴുതുന്നത്. ഇപ്പോൾ ഫാക്ടറിയിലെ റെന്റ്, ഫാക്ടറി ലൈറ്റിങ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർ ഹെഡ് അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഫാക്ടറി കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ അടുത്ത സ്റ്റെപ്പ് ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം എന്താ ആഡ് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, അതൊരു ഏത് ഓവർ ഹെഡ് ആണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആണ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിനോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണെന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റിനോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ അടുത്തത് ആഡ് ചെയ്യേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അവിടെ എന്താണ്? വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ചിലവാകുന്ന പൈസയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇപ്പോൾ അവിടെ സെയിൽസ്മാൻ കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ ഡെലിവറി വാൻ എക്സ്പെൻസസ്, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. സെയിൽസ്മാൻ സാലറി എന്താണ്? സെല്ലിംഗ് ഓവർ ഹെഡ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണെന്ത്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ തന്നെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റ് ആയി. ഇനി ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സെയിൽസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ സെയിൽസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരെ കണ്ടുപിടിച്ചതിന് ശേഷം സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് എഴുതാം? പ്രോഫിറ്റ് എഴുതാം. ഇനി അതല്ല, പ്രോഫിറ്റ് ആണ് തരുന്നതെങ്കിൽ ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നോക്കിയേ, അവിടെ 2-3 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം.
ഇപ്പോൾ ദ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതിനെ എന്ത് വിളിക്കും? പ്രൈം കോസ്റ്റ് എന്ന് പറയും. അതുപോലെ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓവർഹെഡിനെ വിളിക്കുന്ന വേറൊരു പേര് ഓൺ കോസ്റ്റ് എന്നാണ്. ചിലപ്പം എന്താണ് പ്രൈം കോസ്റ്റിനോട് കൂടി വർക്ക്സ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, വർക്ക്സ് ഓവർഹെഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഏരിയ. ഇനി നോക്കിയേ, ഇനി എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. It's a statement prepared to show the total cost of a product. It's a statement prepared to show the total cost of a product. കണ്ടോ, total cost of a product. പിന്നെ രണ്ടാമതാ പറഞ്ഞ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ഷോ ദ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഇതിനകത്ത് എന്തുണ്ടാവും? എലമെന്റ്സ് ഓഫ് കോസ്റ്റുകൾ ഉണ്ടാവും. ഏതൊക്കെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതേപോലെ ഓവർഹെഡ്. ഇതാണ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എത്ര നാളത്തേക്ക് വേണമെങ്കിലും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫോർ എ മന്ത്, ഒരു മാസത്തെയോ ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ എത്ര നാളത്തേക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? നോർമലി പെട്ടെന്ന് കേൾക്കുമ്പോൾ റിസർവും പ്രൊവിഷനും ഒന്നാണെന്ന് തോന്നും. പക്ഷെ അത് ഒന്നല്ല, അത് രണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ അത് രണ്ടും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഓക്കെ, പക്ഷെ അത് രണ്ടാണ്. അപ്പോൾ നോക്കാം ഇതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണ്. ആദ്യം പ്രൊവിഷൻ. പ്രൊവിഷൻ ഈസ് എ ചാർജ് ഓൺ പ്രോഫിറ്റ്. Provision is a charge on profit. ഇനി റിസർവ് എന്താണ്? റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പ്രൊവിഷൻ ഈസ് എ ചാർജ് ഓൺ പ്രോഫിറ്റ്, പക്ഷേ റിസർവോ ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, പ്രൊവിഷൻ തന്നെയാണ്. ഇനി പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് നോൺ ലയബിലിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് നോൺ ലയബിലിറ്റി. നമുക്ക് അറിയാവുന്ന ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അവിടെ ബാഡ് ഡെപ്റ്റ് വരും, ബാഡ് ഡെപ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊവിഷൻ. ഇനി റിസർവ് എന്താണ്? റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് അൺനോൺ ലയബിലിറ്റീസ്. അൺനോൺ ലയബിലിറ്റി ആണെങ്കിൽ അത് റിസർവ് ആണ്. നമുക്കറിയില്ല അങ്ങനെ ഒരു ലയബിലിറ്റി വരുമോ ഇല്ലയോ എന്ന്. ഭാവിയിൽ ഒരു കണ്ടിജൻസീസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലോസോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് റിസർവ്. അത് അൺനോൺ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഏത് ലയബിലിറ്റിയാണ്? നോൺ ലയബിലിറ്റിയാണ്. റിസർവ് ഏത് ലയബിലിറ്റിയാണ്? അൺനോൺ ലയബിലിറ്റിയാണ്. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്? പ്രൊവിഷൻ ഈസ് എ ചാർജ് ഓൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. റിസർവ് ആണെങ്കിലോ ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് നോൺ ലയബിലിറ്റി. Reserve is created for meeting unknown liability. Okay, ini the main objective of reserve is to strengthen the financial position of business. ഈ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്ട്രെങ്തൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. പക്ഷേ പ്രൊവിഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർ മീറ്റിംഗ് ആൻഡ് നോൺ ലയബിലിറ്റി. ഓക്കെ, അതും ഓർത്തിരിക്കണം. ഇനി അടുത്ത ഡിഫറൻസ്, പ്രൊവിഷൻ ഹാസ് ടു ബി ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ്. ലാഭം ഇല്ല എങ്കിലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. നഷ്ടമാണെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, സോ പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ്. പക്ഷേ റിസർവ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഇഫ്
an adequate profit has been made. റിസർവിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ എന്ത് വേണം? ആഡിക്വേറ്റ് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റൂ? റിസർവിലേക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പ്രൊവിഷന്റെ കേസിൽ എവിടെയാണ് പ്രൊവിഷൻ കാണിക്കുന്നത്? ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം അസറ്റ്സ് കൺസേൺ. അസറ്റിൽ നിന്ന് എന്ത് ചെയ്താ കാണിക്കുന്നത്? ലെസ് ചെയ്താണ് കാണിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതെന്താ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഇങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അവിടെ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യും. പക്ഷേ റിസർവ് ആണെങ്കിലോ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ റിസർവ് എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ ആ കൺസേൺഡ് ആയിട്ടുള്ള അസറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു. പക്ഷെ റിസർവ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ബാലൻസ് ഷീറ്റിന്റെ എവിടെ കാണിക്കും? ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഓക്കെ, ഇനി അടുത്തത് പ്രൊവിഷൻ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. അതായത് നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കാൻ പാടില്ല എന്ന്? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല, ആ പ്രോഫിറ്റ് വീതിക്കാൻ പാടില്ല. പക്ഷേ റിസർവിന്റെ കേസിൽ അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എങ്കിൽ ആ റിസർവ് വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുക അതിൽ എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എന്തായിട്ട് കൊടുക്കാം? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നർത്ഥം. പക്ഷേ എല്ലാ റിസർവും പറ്റത്തില്ല. ക്യാപിറ്റൽ റിസർവ് ഒന്നും കൊടുക്കാൻ പാടില്ല. റവന്യൂ റിസർവ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി അവസാനത്തെ വ്യത്യാസം, പ്രൊവിഷൻ കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. പ്രൊവിഷൻ കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ബിസിനസ്സിന് പുറത്ത് ഈ പ്രൊവിഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിസർവിന്റെ കേസിലോ റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് ദ ബിസിനസ്. റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് ദ ബിസിനസ്. റിസർവ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസർവിനെ വിളിക്കുന്ന പേര് റിസർവ് ഫണ്ട് എന്നാണ്. എന്താണ്? റിസർവ് ഫണ്ട്. ഇഫ് എനി റിസർവ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് ദ ബിസിനസ് ഇറ്റ് ഈസ് നോൺ ആസ് റിസർവ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കുക രണ്ട് കാര്യങ്ങൾ. പ്രൊവിഷൻ ചാർജ് ഓൺ പ്രോഫിറ്റ് ആണ്, ഇത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇനി പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ നോൺ ലയബിലിറ്റി, ഇത് അൺനോൺ ലയബിലിറ്റി. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 അക്കൗണ്ടുകളാണ്. ഒന്ന് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇതിൽ ആദ്യത്തെ 2 അതായത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കാം. ഈ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാണ്. ക്യാഷ് ട്രാൻസാക്ഷന്റെ ഒരു സമ്മറിയാണിത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ്. ഇതിനെന്തുണ്ട്? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ബാങ്കിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റിന്റെയോ ആണ് ഇതിന്റെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് ഓപ്പണിംഗ് ബാലൻസ്.
ദെൻ എല്ലാ റിസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ എഴുതണം. എല്ലാ എക്സ്പെൻസസും എല്ലാ പേയ്മെന്റ്സും എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ എല്ലാ റിസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെന്റും എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇതുപോലെ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ ആയിരിക്കും. ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റും വരാം. അതായത് നോർമലി റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ പൈസ ഉണ്ട് എന്നാണ്, എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ഇനി അവിടെ ക്യാപിറ്റൽ നേച്ചറിലുള്ളതും റവന്യൂ നേച്ചറിലുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ റെക്കോർഡ് ചെയ്യും? ഈ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇതാണ് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ. ഇനി ഇറ്റ് ഈസ് ലൈക്ക് പി ആൻഡ് എൽ അക്കൗണ്ട്. ഏതുപോലെയാണ്? പി ആൻഡ് എൽ അക്കൗണ്ട് പോലെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമാണ്. ഇനി പ്രധാനമായിട്ടും ഓർത്തിരിക്കുക, അവിടെ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ ഇതിന് ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല. ഇത് ചെയ്തതിന് ശേഷം ഇത് ബാലൻസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാലൻസ് ഒന്നെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ സർപ്ലസും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഡെഫിസിറ്റും ആയിരിക്കും. എന്ന് വെച്ചാൽ ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് സർപ്ലസ്. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ അതാണ് സർപ്ലസ്. ഇനി എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ അതിനെന്തെന്ന് പറയും? ഡെഫിസിറ്റ് എന്നും പറയും. ഓക്കെ. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ആദ്യം റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഈ റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണ്? ഒരു റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ. അപ്പോൾ റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണ്? ഒരു റിയൽ അക്കൗണ്ട് ആണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഓർത്തിരിക്കണം. അപ്പോൾ റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ. ഇനി അടുത്തത്, ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. എന്താണ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏതുപോലെ ഇരിക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. ഇനി the debit side of this account records the receipt. Receipts and payment account in the debit side എന്താണ്? Receipt ആണ്. Income and expenditure account in the debit side എന്താണ്? Expenses and losses. Expensesum lossum. ഇനി income and expenditure account in the credit side എന്താണ്? Payment ആണ്. ഓക്കെ. അപ്പോൾ income and expenditure account in the credit side പേയ്മെന്റ് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് സൈഡോ ഇൻകവും ഗെയിനും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഇൻകവും ഗെയിനും, റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്. അപ്പൊ നോക്കാം, ഞാൻ ഒന്നുകൂടെ പറയാം. ആ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഞാൻ ഒന്നിച്ച് പറയുന്നു. റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റിസീവ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റും ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡ് ഇൻകവുമാണ്. ഞാൻ ആ രണ്ട് ഡിഫറൻസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് there can be an ഓപ്പണിംഗ് ബാലൻസ്. എന്തുണ്ടാവും? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അത് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റോ ആവാം. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് എന്തില്ല? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഓക്കെ. ഇനി റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതിന് എന്തുണ്ട്? ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്.
ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ ആവാം. അപ്പൊ ക്യാഷും ബാങ്കും വരുന്നത് ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലാണ്. ഓവർ ഡ്രാഫ്റ്റ് വരുന്നത് ഇതിന് ഏത് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ഒന്നെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആവാം. ഓക്കെ, എന്താണ്? ഒന്നെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആവാം. ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അതിനെ എന്തെന്ന് പറയും? അവിടെ സർപ്ലസ് എന്ന് എഴുതണം. അത് ഏത് കേസിലാ? ഇഫ് ദർ ഇസ് ആൻ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സർപ്ലസ്. എന്ന് വെച്ചാൽ ഇൻകം ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവ്. ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതിനെന്താ പറയുക? സർപ്ലസ്. ഇനി നേരെ തിരിച്ച്, ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, അവിടെ എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ അതെന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർപ്ലസും ഡെഫിസിറ്റും ആണ് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്. റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിലോ ഓൺലി റവന്യൂ ഐറ്റംസ്. അപ്പോൾ റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലും റവന്യൂ ഉണ്ടാവും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ ഏത് മാത്രം? റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ആൻഡ് സക്സീഡിംഗ് പീരീഡ്. പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെയും സക്സീഡിംഗ് പീരീഡിലെയും എന്താണ്? റിസീവ്സും പേയ്മെന്റും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ ഓൺലി കറണ്ട് പീരീഡിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നോക്കിയേ, മെയിൻ ആയിട്ട് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പിന്നെ ഇറ്റ്സ് എ സമ്മറി. ഏതാണ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇത് എന്താണ്? ഇറ്റ് ലൈക്ക് പി ആൻഡ് എൽ അക്കൗണ്ട്. ഇതിന്റെ ഇനി റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് റിസീപ്റ്റ് ആണ്, ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആൻഡ് ലോസ് ആണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം. ഇവിടെ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇനി ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാണ്? ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, അതായത് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അത് ക്യാഷ് ഇൻ ഹാൻഡോ അറ്റ് ബാങ്കോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ആവാം. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആവാം. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇനി ഡെഫിസിറ്റ് വരുന്നത് എപ്പോഴാണ്? എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഓക്കെ, ഇനി റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലും റവന്യൂവും ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെയാണെങ്കിൽ എന്ത് മാത്രം? റവന്യൂ മാത്രം. ഇനി ഇവിടെ പ്രീവിയസ് പീരീഡ്, കറണ്ട് പീരീഡ്, സക്സീഡിംഗ് പീരീഡ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതാണ്? കറണ്ട് പീരീഡിലെ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, direct labor and direct expenses is known as. The total of direct material, direct labor and direct expenses is known as. ഇതിന്റെ മൂന്നിന്റെ ടോട്ടൽ എന്ത് വിളിക്കും? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ ഉണ്ടത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഇതിന്റെ ടോട്ടലിനെ പറയുന്ന പേരെന്താണ്? Prime cost. So prime cost is the answer. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
The aggregate of prime cost and factory overhead is known as. പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ നോക്കി. വർക്ക്സ് ഓൺ കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറി ഓൺ കോസ്റ്റ്. അപ്പൊ നോക്കാം. വർക്ക്സ് ഓൺ കോസ്റ്റ്. ഈ വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഹെഡ് എന്നാണ്. അപ്പോൾ ഇവിടെ അതിന്റെ അർത്ഥം വർക്ക്സ് ഓവർഹെഡ് ആണോ എന്നാണ്. പിന്നെ വർക്ക്സ് കോസ്റ്റ് ആണോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ, ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് വെച്ചാൽ ഫാക്ടറി ഓവർഹെഡ് ആണോ എന്ന് നമുക്കറിയാമല്ലോ. പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും കൂടെ ആഡ് ചെയ്താൽ, ഫാക്ടറി ഓവർഹെഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് എന്ത്? ഫാക്ടറി കോസ്റ്റ്. ഈ ഫാക്ടറി കോസ്റ്റിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. വർക്ക്സ് കോസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പെരിമെന്റൽ എക്സ്പെൻസസ് for manufacturing an item is an example of. Experimental expenses for manufacturing item is an example of. Option A, direct material. Option B, direct labor. Option C, direct expenses. Option C, indirect expenses. അപ്പോൾ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല, അത് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ലേബറും അല്ല. പിന്നെ ഏതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ? ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് ദി ആൻസർ. ഓക്കെ, എക്സ്പെരിമെന്റൽ എക്സ്പെൻസ്, അതേപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, റോയാലിറ്റി, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കോൾഡ്. The total of indirect material, indirect labor and indirect expenses are known as. എന്താ വിളിക്കുന്നത്? ഓവർഹെഡ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ നോക്കൂ. ഡയറക്റ്റ് കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഷീറ്റ്, ഓൺ കോസ്റ്റ്. ദ സം ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതിനെ പറയുന്നത് എന്താണ്? ഓവർഹെഡ് എന്നാണ്. അപ്പോൾ ഓവർഹെഡ് ഓപ്ഷനിൽ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഓവർഹെഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഓൺ കോസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ഡി, ഓൺ കോസ്റ്റ് ഇസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്തത്. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഈസ് ട്രീറ്റഡ് ആസ്. ഒരു ഡയറക്ടറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അവിടെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണോ, ഫാക്ടറി ഓവർഹെഡ് ആണോ, സെല്ലിംഗ് ഓവർഹെഡ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണോ? ഈ റെമ്യൂണറേഷനൊക്കെ ഏത് വഴിയാണ്? ഓഫീസ് വഴിയല്ലേ? ഓക്കെ, അപ്പോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഓവർഹെഡ് എന്ത് പറയും? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയും. അപ്പോൾ ഏതാണ് അതിന്റെ ആൻസർ? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഇസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്തത്. ഡാഷ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഡാഷ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രൊവിഷൻ, റിസർവ്, ഡിവിഡൻഡ്, നൺ ഓഫ് ദീസ്. ഡാഷ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? റിസർവ് ഈസ് ദി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി ചാർജ് ഓൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രൊവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതേതാണ്? റിസർവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ്. ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏതാ? പ്രൊവിഷൻ. അത് ഞാൻ കണക്ട് ചെയ്ത് പഠിപ്പിച്ചതാണ്. ഓപ്ഷൻ ഡിവിഡൻഡും ഡിപ്രീസിയേഷനും റിസർവ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാർജ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ആണ്. അപ്പൊ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്താണ്? റിസർവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The purpose of dash is generally to strengthen the financial position of the business. ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് എന്തിന്റെ പർപ്പസ് ആണ് അല്ലെങ്കിൽ എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? എന്തിന്റെയാണ്? ഓപ്ഷൻ എ ഡിവിഡൻഡ്, ഓപ്ഷൻ ബി പ്രൊവിഷൻ, ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ഡി റിസർവ്. എന്തിനെയാണ്? റിസർവ്. The main objective of reserve is to strengthen the financial position of the
business. Okay. ഇനി അടുത്തത്, the purpose of dash is to meet a liability. ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ളത് എന്തിന്റെ ലക്ഷ്യമാണ്? എന്തിനെയാണ്? പ്രൊവിഷൻ ആണോ, റിസർവ് ആണോ, ഡിവിഡൻഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? പ്രൊവിഷൻ ഈസ് ദി ആൻസർ. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. അതിനാണ് ഞാൻ ഡിഫറൻസ് പഠിപ്പിച്ചത്. അപ്പോൾ ദ പർപ്പസ് ഓഫ് റിസർവ് ഈസ് ടു സ്ട്രെങ്തൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഇനി ദ പർപ്പസ് ഓഫ് പ്രൊവിഷൻ ഈസ് ടു മീറ്റ് എ ലയബിലിറ്റി. ഓക്കെ. Then when a reserve is invested outside the business is called a dash. When a reserve is invested outside the business is called a dash. Reserve outside business invest ചെയ്താൽ ആ റിസർവിനെ പറയുന്നത് പ്രൊവിഷൻ, അതല്ല ആൻസർ. റിസർവ് ഫണ്ട്, സിങ്കിങ് ഫണ്ട്, സീക്രട്ട് റിസർവ്. ഒരു റിസർവ് ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ റിസർവിനെ പറയുന്നത് എന്താണ്? റിസർവ് ഫണ്ട്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാപിറ്റൽ അക്കൗണ്ട്, സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി, നൺ ഓഫ് ദീസ്. എന്തിനാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സർപ്ലസ് ആണോ, എന്താണ് ഡെഫിഷ്യൻസി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ് എന്താണ്? സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, receipts and payment account is a summary of dash. Receipts and payment account is a summary of എന്താണ്? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻസസ്, ബാലൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ക്യാഷ് റിസീവ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. അപ്പോ എന്താണ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലേ? അപ്പോ ഏതാണ് ആൻസർ? ക്യാഷ് റിസീവ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഈസ് ദി ആൻസർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ നേച്ചർ ഓഫ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഡാഷ്. റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ നേച്ചർ എങ്ങനെയാണെന്ന്. റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ, നൺ ഓഫ് ദീസ്. റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ആണ്? ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഓക്കെ. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് അക്കൗണ്ടാ? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ദ നേച്ചർ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ഡാഷ്. ദ നേച്ചർ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ഡാഷ്. ഏതാണ്? നോമിനൽ അക്കൗണ്ട്. അപ്പോൾ റിസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ. അടുത്തത്, ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡിനോട്ട്സ്. ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എന്താണ്? എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡിനോട്ട്സ്. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതിനെ പറയുന്ന പേര് ഡെഫിസിറ്റ് ആണോ, ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ്, സർപ്ലസ്, നൺ ഓഫ് ദിസ്. അതിനെന്ത് പറയും? സർപ്ലസ്. ഓക്കെ. അപ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ എന്താണ്? സർപ്ലസ്. ഇനി ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തിരിച്ചും വരാം. ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം അതിനെ എന്തെന്ന് പറയും? ഡെഫിഷ്യൻസി എന്ന് പറയും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഓക്കെ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ റെഗുലർ സൺഡേ ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ജനുവരി 2024 ആരംഭിച്ചിരിക്കുകയാണ്. അവസാനം നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ
ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ ക്യാമ്പ് കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷവും ഒരുപാട് റാങ്കുകൾ നമുക്ക് തന്നെ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക കോപ്പറേറ്റീവ് ബാങ്കുകളിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലും ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിലും ക്യാമ്പിലെ ചിട്ടയായ പരിശീലന രീതി കൊണ്ടാണ് അവർക്കത് ലഭിച്ചത്. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.